ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ കർത്താവ് നമുക്ക് ദാനം ചെയ്യുന്ന ഓരോ ദിവസങ്ങളും ഒരു പുതിയ ഉടമ്പടിയോടെ, പുതിയ കമ്മിറ്റ്മെൻറ്റോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ വർഷം കഴിയും തോറും നമ്മൾ നമ്മുടെ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരുമ്പോൾ ഇന്നലകളെക്കാൾ വളരെയധികം ശക്തമായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പിൻപിലുള്ളത് ഞാൻ മറന്ന് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ഞാൻ ഒരു പരമവിളിയുടെ ലാക്കിലേക്കായിട്ട് ഓടുകയാണ്. ലക്ഷ്യത്തോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹവും ആ എക്സൈറ്റ്മെൻറ്റുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം എങ്ങനെയാണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ സുപരിചിതമായിട്ടുള്ള 1-2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും ഒരു ബന്ധത്തിനാഗ്രഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. സൃഷ്ടി മുതൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവർക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അവരിൽ നിന്നും ആഗ്രഹിച്ചത് ഒരു ബന്ധമാണ്. ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിലാക്കിയതും അതിനനന്തരമായി അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുകയും അവർക്ക് ഈ ഭൂമിയിൽ വാഴുവാനുള്ളതായ അവകാശം കൊടുക്കുകയും യാതൊരു കുറവുമില്ലാതെ മനുഷ്യൻ ദൈവവുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള അതിവാഞ്ച കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആ തോട്ടത്തിൽ വന്ന് ആദാമും ഹവ്വയുമായി താൻ സംസാരിക്കുകയും ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ പെട്ടെന്ന് സർപ്പം അല്ലെങ്കിൽ സാത്താൻ അവിടെ കയറി വന്ന് ആ ബന്ധത്തെ ഒന്ന് തകർക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നിങ്ങൾക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പാപം സംഭവിച്ച ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അപ്പോൾ ഇതിനു മുൻപും അവർ അങ്ങനെയുള്ള ഒച്ച കേട്ടിട്ടുണ്ട്. ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ മുന്നോട്ട് പോകുകയാണ്. അപ്പോഴാണ് പാപം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരിക്കലും കഴിക്കരുത് അല്ലെങ്കിൽ തിന്നരുതെന്ന് ദൈവം പറഞ്ഞതായ വൃക്ഷത്തിൻ്റെ ഫലം അവർ കഴിച്ചു. അതിനാൽ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. പാപം അവരുടെ ജീവിതത്തിൽ കടന്നു പോരുവാനിടയായിത്തീർന്നു. ആ സന്ദർഭത്തിൽ ദൈവം അവിടെ വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അവിടെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ആ തോട്ടത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തോട്ടത്തിലേക്ക് വന്ന ശേഷം ദൈവം ആദ്യമായി ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ ദൈവം ഹൃദയത്തെ തൊട്ടുകൊണ്ട് ചോദിച്ചതായ ഒരു ചോദ്യം ഇങ്ങനെയാണ്: അവർ മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ദൈവത്തെ കാണാതിരിക്കാൻ ഒരിക്കൽ പോലും ആദാമും ഹവ്വയും ആഗ്രഹിച്ചിട്ടില്ല. ദൈവം കാണണമെന്നാണ് അവരുടെ ഉള്ള ആഗ്രഹം അതുവരെ ഉണ്ടായിരുന്നു. ദൈവവുമായിട്ട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർക്കുണ്ടായത്. എന്നാൽ ഇന്ന് മാത്രം
ഈ സന്ദർഭത്തിൽ അവർക്കുണ്ടായ ആദ്യത്തെ ആഗ്രഹം ദൈവത്തിൽ നിന്നും ഒളിച്ചോടിപ്പോകണം, ആ ബന്ധത്തിൽ നിന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പിലേക്ക് അവർ വരികയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ഓടി ഒളിച്ചു. അപ്പോൾ ഓടി ഒളിച്ച ശേഷം ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചവനായ ദൈവം, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം അവരെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള വളരെ ആത്മബന്ധമുള്ള ആ തൻ്റെ മക്കളോട്, തൻ്റെ മക്കൾ എന്ന് പറയുന്ന ആദാമിനും ഹവ്വയോടും അവരെ മടക്കി വരുത്തുവാൻ അവരെവിടെയാണ് എന്നുള്ളതായ ഒരു ചോദ്യമാണ് ദൈവമോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ അർത്ഥം അയ്യോ ആദാമും ഹവ്വയും എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടുള്ള ഒരു ചോദ്യമല്ല. ആണോ? അല്ല. ദൈവത്തിന്റെ കഴിവുകേട് കൊണ്ട് അവർ ഒളിച്ചിരിക്കുകയാണ്, എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല എന്നുള്ളതായ ഒരു ചിന്തയിൽ നിന്ന് വന്നതായ ഒരു ചോദ്യമല്ല. കാരണം ദൈവം അനന്തമായ ശക്തിയുള്ളവനാണ്, അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആദാമും ഹവ്വയും എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാനുള്ളതല്ല ആ ചോദ്യം. ആദാമിനോടും ഹവ്വയോടും ദൈവം ചോദിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പറ്റി? ഹല്ലേലൂയ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു അവർ റിലേഷൻഷിപ്പ്? വേർ ആർ യു? നീ എവിടെയാണ്? നീ എവിടെ പോയി? എൻ്റെ അടുത്തേക്ക് വരൂ എന്നുള്ളതായ ഒരു ആഹ്വാനം ആ ചോദ്യത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് മോനെ, എവിടെയാണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ വരാതിരിക്കുവാനുള്ള ആഗ്രഹത്തിലല്ല ആ ചോദ്യം ചോദിക്കുന്നത്. വരാതിരിക്കുവാനുള്ള ആഗ്രഹത്തിലാണെങ്കിൽ ദൈവം ഇറങ്ങി വരേണ്ട കാര്യമില്ല. വരണം, തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്, അല്ലേ? നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വിളിക്കുന്നു എവിടെയാ മോനെ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ അറിയാനാണോ? അല്ല. ആ മകൻ ഓടി വരണം, ആ മകൾ ഓടി വരണം എന്നുള്ള അർത്ഥത്തിലാണ് ദൈവം വിളിക്കുന്നത്. എൻ്റെ ശബ്ദം കേട്ടിട്ടെങ്കിലും ആ ബന്ധത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുവാനുള്ള ഒരു റിപ്പൻഡന്റ് ഹാർട്ട്, ഒരു മാനസാന്തരമുള്ള, ഒരു അനുതാപമുള്ള ഹൃദയം അവർക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവം തൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആദാമേ ഹവ്വയെ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഞാനായിരുന്നെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. ശ്രദ്ധിക്കണമേ, ഞാനായിരുന്നെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്തിന് നീ പഴം കഴിച്ചു? അതല്ലേ ആദ്യത്തെ ചോദ്യം? അതല്ലേ ചോദിക്കേണ്ടത്? അവർ തെറ്റ് ചെയ്തത് എന്താണ്? അവർ ചെയ്ത തെറ്റെന്താണ്? പഴം കഴിച്ചു, അല്ലേ? കഴിക്കുവാൻ പാടില്ലാത്ത പഴം കഴിച്ചു. എന്തുകൊണ്ട് പഴം കഴിച്ചു എന്ന് ചോദിച്ച് ആ ഒരു സംഭവം അവിടെ അവസാനിപ്പിക്കാമായിരുന്നു ഞാനായിരുന്നെങ്കിൽ. ദൈവം അതല്ല ചോദിച്ചത്. കാരണം ദൈവത്തിന്റെ ചോദ്യം ആഴമുള്ള ഒരു ചോദ്യമാണ്. ഒരു ട്രാൻസാക്ഷണൽ അല്ല, ഒരു ക്രയവിക്രയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഴം കഴിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു വേർതിരിവ് സംഭവിച്ചു. എന്നെ അവിശ്വസിച്ചു, ഞാൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചില്ല. അങ്ങനെയുള്ള വളരെ ആഴമായ ഒരു മുറിവ് സംഭവിച്ചു ബന്ധത്തിന്. ഹല്ലേലൂയ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബന്ധത്തിന് ആഗ്രഹിച്ച ഒരു ദൈവം വളരെ ദുഃഖിതനായി നമ്മളവിടെ കാണുകയാണ്. ഈ ചോദ്യം ആദാമാണ് ചോദിക്കേണ്ടത്. ആദാമാനും ഹവ്വയാണ് ആദ്യം ചോദിക്കേണ്ടത്. ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവരാണ് അലറി വിളിച്ച് കരയേണ്ടത്, ദൈവമേ നീ എവിടെ? ദൈവമേ നീ എവിടെ? നിന്നെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വന്ന് നിന്റെ കാൽക്കലൊന്ന് വീണ് മാപ്പ് പറയാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിന് പകരമായി അവരെന്തോ ചെയ്തു? അവർ തങ്ങളുടെ പാപത്തെ ന്യായീകരിക്കുവാനിടയായി തീർന്നു. ആദാം പറഞ്ഞു ഹവ്വ തന്നതുകൊണ്ട്, ഹവ്വ പറഞ്ഞു സർപ്പം തന്നതുകൊണ്ട്, അങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് എന്നേക്കുമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവർ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പോഴും ദൈവത്തിൻ്റെ ആ ഹൃദയം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. നീ എന്തിന് പഴം കഴിച്ചു എന്ന് ഒരു ശകാര ചോദ്യത്തിന് പകരം, ആദാമേ ഹവ്വയെ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. എത്രയോ സ്നേഹസമ്പന്നനായ ദൈവം, ഊഷ്മളമായ ഒരു ബന്ധത്തിന് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ഹൃദയം തകർന്നു പോകുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ പാപം അല്ലെങ്കിൽ ഫസ്റ്റ് സിൻ എന്നൊക്കെ പറയുന്ന ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം അതോടുകൂടി
ആ ബന്ധം, ദൈവവുമായിട്ടുള്ളതായ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏകന്റെ ലംഘനത്താൽ അനേകർ എന്ത് ചെയ്തു? പാപികളായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. എങ്ങനെയായി തീർന്നു? ഈ ബന്ധത്തിൽ നിന്നും വേർപിരിക്കുവാൻ അവർ ഒരു പ്രതിനിധിയായി ദൈവത്തിൽ നിന്നും അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കട്ടെ. നാലാം അധ്യായം അതിൻ്റെ 9 വാക്യം. നമുക്കറിയാം ആ പശ്ചാത്തലം. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിനെ ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞു. അവിടെയും ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. കയീൻ ഹാബേലിനെ കൊല്ലുന്നതിന് മുൻപ് ദൈവം അവനൊരു വാണിംഗ് കൊടുത്തതാണ്. എന്താണ് വാണിംഗ് കൊടുത്തത്? കയീനെ, നിന്റെ മുഖം വാടുന്നെന്ത്? അപ്പോൾ കയീന്റെ മുഖം വാടിയത് പോലും ദൈവം ശ്രദ്ധിച്ചു. രണ്ടുപേരും യാഗമർപ്പിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് അസൂയമൂത്ത് കയീന്റെ മുഖം വാടി. അത് കണ്ടു ദൈവം പറയുകയാണ്, കയീനെ, എന്തിനാ നിന്റെ മുഖം വാടുന്നത്? അപ്പോൾ കയീന്റെ മുഖം വാടുന്നത് പോലും ശ്രദ്ധിച്ചതായ ഒരു പിതാവ്. മനസ്സിലാക്കണം, പാപം സംഭവിച്ചതായ ഒരു ലോകത്തിൽ, ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിന് ശേഷമാണ് ഇതുണ്ടാകുന്നത്. അപ്പോഴും ദൈവത്തിന്റെ ഹൃദയം ഒന്ന് നിങ്ങളെ തുറന്നു കാണിക്കുവാനാണ് ഞാൻ ഈ ഭാഗത്തിലേക്ക് വന്നത്. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു കയീനെ, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. നിന്റെ ആഗ്രഹം അതിനോടല്ലെങ്കിൽ പോലും അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. നീ നന്മ ചെയ്താൽ നീ അതിനെ ജയിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ് കയീൻ തന്റെ സഹോദരനെ പോയി കൊന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദൈവം ചോദിക്കേണ്ട ചോദ്യം, ആദാം ഹവ്വ എന്തിനാണ് നീ പഴം കഴിച്ചത് എന്ന് ചോദിക്കേണ്ടതുപോലെ ഇവിടത്തെയും ചോദ്യം എന്തായിരിക്കണം? കയീനെ, നീ ആബേലിനെ കൊന്നെന്ത്? അല്ലേ ആദ്യം അതല്ലേ ചോദിക്കേണ്ടത്? കയീനെ, നീ എന്തിനെ ഹാബേലിനെ കൊന്നു? അപ്പൊ അതിന്റെ അർത്ഥം ഹാബേലിനെ കൊന്ന കാര്യം ദൈവത്തിന് അറിയാത്തതാണോ? നോ, ദൈവത്തിനെല്ലാം അറിയാം, അല്ലെ? അടുത്തത് അതാണ് ദൈവം ചോദിക്കുന്നത്. പക്ഷെ ചോദ്യം ബന്ധത്തിൽ നിന്നാണ്. കയീനെ, നിന്റെ സഹോദരൻ എവിടെ? അവിടെയും ഒരു റിലേഷൻഷിപ്പാണ് ദൈവം അവിടെ കാണിക്കുന്നത്. നീ ഒരു സഹോദരനെ കൊല്ലാതിരുന്നാൽ മാത്രം പോരാ, അതിനേക്കാൾ ആഴമേറിയ ബന്ധമാണ് ഒരു കുടുംബത്തിലുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു കുടുംബം എന്നുള്ള ഒരു ദൈവിക കുടുംബം, ഒരു ദൈവത്തിന്റെ കുടുംബം എന്നുള്ള ഒരു ആശയം ദൈവം അവിടെ കൊണ്ടുവരികയാണ്. നിന്റെ സഹോദരൻ ഇവിടെ രക്തത്തിൽ നിന്നും രക്തമായി മാറിയ സഹോദരനാണ്. ആ സഹോദരനെ നിനക്ക് എങ്ങനെ കൊല്ലുവാൻ സാധിച്ചു? കൊല്ലാതിരിക്കാൻ മാത്രമുള്ള ഒരു ബന്ധമല്ല, അതിനേക്കാൾ ആ സഹോദരനെ പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം നിനക്കുണ്ടാകും. ഓ പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇനി ഞാൻ കൊല്ലത്തില്ല എന്നുള്ളതല്ല അതിൻ്റെ റെസ്പോൺസ്, എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. അതിനേക്കാൾ കവിഞ്ഞ് നമ്മളൊരു കുടുംബത്തിന്റെ ഭാഗമല്ലേ? നീ എങ്ങനെ നിനക്ക് ആബേലിനെ കൊല്ലുവാൻ സാധിക്കുന്നു? നിന്റെ ആബേലിനെ അല്ലെങ്കിൽ നിന്റെ സഹോദരനെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കില്ലേ? അവിടെ നിന്നാണ് ദൈവം അത് ആരംഭിക്കുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. എത്രയോ ആഴമേറിയ ഒരു ചിന്തയാണ് ദൈവം കയീന് കൈമാറുന്നത്. ഒരു ട്രാൻസാക്ഷനല്ല, അവിടെയും ഒരു ക്രയവിക്രയം എന്നുള്ള രീതിയിലല്ല ദൈവം അവിടെ ചോദിക്കുന്നത്. എന്തിനു കൊന്നു? അപ്പോഴും കയീൻ അതിന് മറുപടി പറഞ്ഞില്ല. ദൈവം ആഗ്രഹിച്ചു ആ ചോദ്യം കേൾക്കുമ്പോഴെങ്കിലും ഹൃദയം തകർന്ന് കയീൻ പറയും, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ആദാം പറയും, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. കയീനും എന്തു പറഞ്ഞു? കയീനും ഒഴിവ് പറഞ്ഞു, അല്ലേ? ജസ്റ്റിഫൈഡ്. അതിൽ ദൈവം കയീനോട് പറയുകയാണ്, നീ ശാപഗ്രസ്തനായി മാറുകയാണ്. എന്നിട്ട് അവസാനം കയീൻ ദൈവത്തോട് പറയുന്നു, എന്നെ ആരും കൊല്ലാതിരിപ്പാൻ നീ ഒരു അടയാളം എനിക്ക് തരണം. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തോ ചെയ്തു?
ദൈവം കയീനെ ഒരു അടയാളം കൊടുത്തു. അതുകൊണ്ട് കാണുന്നവർ അവനെ കൊല്ലത്തില്ല. എന്താണ് അടയാളമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കയീനെ കാണുന്നവർക്ക് അവനെ കൊല്ലാൻ സാധിക്കാത്ത രീതിയിൽ പ്രകടമായ ഒരു അടയാളം ദൈവം അവന് കൊടുത്തു. അവിടെയും ദൈവത്തിൻ്റെ സ്നേഹനിധിയായ ഹൃദയമാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു ക്രയവിക്രയം, ഒരു ട്രാൻസാക്ഷൻ ബേസ്ഡ് ആണോ? അതായിരിക്കരുത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് ആ ബന്ധങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിലും ദൈവം ഓരോരുത്തരെ ദൈവം എഴുന്നേൽപ്പിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാകുന്നതാണ്. എന്തിനു വേണ്ടി യാഗമായി? അവൻ യാഗമായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. മോർ ദാൻ ദാറ്റ്, അതിനേക്കാൾ ഉപരിയായി ആ വേർപാടിൻ്റെ നടിച്ചുവൽ ഇടിച്ചു കളഞ്ഞു. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവിടെയും ആ ബന്ധമാണ്, ബന്ധം അവിടെയും ബന്ധമാണ്. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ചോദിച്ചു, പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവമേ നീ എവിടെ? പിതാവേ നീ എവിടെ എന്ന് ചോദിക്കേണ്ട ആദാമിന്റെ ചോദ്യത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് നമ്മുടെ കർത്താവ് ആ ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്, പിതാവേ നീ എവിടെ? ആ വേർപാടിന്റെ ആ ആഴമേറിയ വേദന ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർത്താവ് ചോദിച്ച ചോദ്യം, ദൈവമേ അങ്ങ് എവിടെ? പിതാവേ അങ്ങ് എവിടെ? അങ്ങനെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ കണ്ടെത്തുന്നില്ല. അതാണ് പുതിയ നിയമത്തിൻ്റെ ഘടന. അതാണ് പുതിയ നിയമത്തിൻ്റെ രീതി. അവിടെയാണ് ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത്. ആദാമിനും ഹവ്വയ്ക്കും സാധിക്കാത്തത്, കയീന് സാധിക്കാത്തത്, പഴയ നിയമ ഭക്തന്മാർക്ക് സാധിക്കാത്തത്, അവർ യാഗങ്ങളിലൂടെയെല്ലാം ആ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ ആ ബന്ധത്തിന് വീണ്ടും ഒരു ഊഷ്മളത വരികയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ കാൽവറിയിൽ അവൻ എന്ത് ചെയ്തു? സാത്താനെയും സൈന്യത്തെയും ആയുധവർഗം വെപ്പിച്ച് ഒരു ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു. ഒരു ബന്ധത്തിന്റെ വഴി, the way of relationship with God. Hallelujah. അവിടെ ക്രയവിക്രയങ്ങൾക്ക്, ട്രാൻസാക്ഷൻസിന് പ്രാധാന്യമില്ല. അതിനേക്കാൾ ഉപരിയായി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. അല്ലെ? പിന്നീട് നമ്മൾ കാണുന്ന പല ഉപമകളും അല്ലെങ്കിൽ പല രീതികളിലുള്ളതായ താരതമ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് മുന്തിരിവള്ളി, അല്ലേ? എന്നിൽ വസിച്ചിട്ടല്ലാതെ നിനക്ക് ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ആ വഴി ഞാനാണ്. ആ വഴിയിലൂടെയാണ് നിങ്ങൾ പിതാവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആ വഴി തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ വഴി തന്നെയാണ് നിങ്ങളുടെ ആത്യന്തികമായ ഡെസ്റ്റിനി. എത്രയോ മനോഹരമായിട്ടാണ് കർത്താവ് ആ ബന്ധം സ്ഥാപിച്ചത്. അങ്ങനെ നമുക്ക് അവൻ്റെ മക്കളായി തീരുവാൻ ദൈവം അവകാശം നൽകി. ഇനി പുതിയ നിയമത്തിലേക്ക് വന്ന് ഇതുപോലുള്ളവായ ഒരു ഭാഗം ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് തൻ്റെ ജോലിക്ക് പോയ, പിന്മാറ്റത്തിലേക്ക് പോയ, ബന്ധം വേർപിരിക്കപ്പെട്ട രീതിയിലേക്ക് മാറിപ്പോയ പത്രോസിനെ പുനഃസ്ഥാപിക്കുവാൻ
ദൈവം ചോദിക്കുന്ന, യേശു ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെയും എന്തായിരുന്നു ചോദിക്കേണ്ടത്? ഞാനായിരുന്നെങ്കിൽ ചോദിക്കും, പത്രോസേ, നീ എന്നെ എന്തിനു തള്ളി പറഞ്ഞു? അല്ലേ? അതല്ലേ ചോദിക്കേണ്ടത്? അതല്ലേ അവൻ ചെയ്ത തെറ്റേ? അല്ലേ? ഞാനായിരുന്നെങ്കിൽ ആദ്യം അതായിരിക്കും ചോദിക്കുക. പത്രോസേ, നീ എന്തിനാ എന്നെ തള്ളി പറഞ്ഞു? കൈനെ നീ എന്തിന് ആബേലിനെ കൊന്നു? ആദാമേ, നീ എന്തിന് പഴം തിന്നു? അല്ലേ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. പക്ഷെ ആദാമിനോട് ചോദിച്ചത്, ആദാമേ നീ എവിടെ? കൈനോട് ചോദിച്ചത്, നിന്റെ സഹോദരൻ എവിടെ? പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? ഓ, പ്രൈസ് ദി ലോർഡ്. നീ എന്നെ സ്നേഹിക്കുന്നു? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ തള്ളിപ്പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു കേവല ജീവിതമല്ല ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ. ഓ, തള്ളിപ്പറയാതെ എങ്ങനെങ്കിലും കഷ്ടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമല്ല ഞാനും നീയും പങ്കിടുവാനായിട്ട് പോകുന്നത്. നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നു പത്രോസേ. പത്രോസ് അതിനെ കൈനെയും ആബേലിനെയും പോലെ, കൈനെയും ആദാമിനെയും പോലെ ന്യായീകരിച്ചില്ല. പത്രോസ് പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസിന്റെ മറുപടി, കർത്താവേ, നീ എല്ലാം അറിയുന്നു. നീ എല്ലാം അറിയുന്നു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു. തകർന്നു വീണ പത്രോസ്, ദൈവം അവനെ പുനഃസ്ഥാപിക്കുകയാണ്. എന്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നു? അയ്യോ, ഇനി തള്ളിപ്പറയരുത് എന്നുള്ള വാണിങ്ങിലേക്കല്ല പുനഃസ്ഥാപിക്കുന്നത്, ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. ഹല്ലേലൂയ. അത് സ്ഥാപിക്കുമ്പോൾ ദൈവം, കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ല, പത്രോസ് ഇനി എന്നെ തള്ളി പറയരുത് കേട്ടോ, അതുമാത്രം നീ ചെയ്യരുത് എന്നൊന്നും പറഞ്ഞില്ല. ആ ബന്ധത്തിലേക്ക് വന്നപ്പോൾ പത്രോസ് അനുതപിച്ചു. പത്രോസിനെ കുറിച്ചുള്ള ചരിത്രം പറയുന്നത്, പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. ഓ, ആ സ്നേഹബന്ധം എവിടെ വരെ എത്തിച്ചു? ഒരിക്കൽ തള്ളിപ്പറഞ്ഞ പത്രോസ് കർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങിയപ്പോൾ, ക്രൂശിൽ തനിക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാൻ തുടങ്ങിയപ്പോൾ, തള്ളിപ്പറയിലൊന്നും അവന്റെ നിഘണ്ടുവിൽ പോലും ഇല്ല. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയെല്ലാം വായിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ചു, അവനെയും യോഹന്നാനെ ഉപദ്രവിച്ചപ്പോൾ അവരുടെ റെസ്പോൺസ്, അവരുടെ പ്രതികരണം എന്തായിരുന്നു? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് മടങ്ങിപ്പോയി. പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി. തള്ളിപ്പറഞ്ഞോ? തള്ളിപ്പറഞ്ഞില്ല. അവനെ തലകീഴായി ക്രൂശിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. തള്ളിപ്പറഞ്ഞോ? ഇല്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദം ചുംബിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവൻ തൻ്റെ ജീവനെ സമർപ്പിച്ചു. കാരണം തള്ളിപ്പറയാതിരിക്കാൻ മാത്രമുള്ള ഒരു ബന്ധത്തിലേക്കല്ല കർത്താവ് അവനെ പുനഃസ്ഥാപിച്ചത്. അവൻ്റെ ജീവനെ സന്തോഷത്തോടെ എറിഞ്ഞുകൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്കാണ് പത്രോസിനെ പുനഃസ്ഥാപിച്ചത്. ഓ, പ്രൈസ് ദി ലോർഡ്. കയീൻ എന്താ പറഞ്ഞത്? അയ്യോ, എന്നെ ആരും കൊല്ലരുത്, എന്നെ ആരും കൊല്ലരുത് പ്ലീസ്, എനിക്കൊരു കുറച്ചു കാലം കൂടി ജീവിക്കണം. അതും ദൈവം അംഗീകരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പത്രോസ് എന്താ പറഞ്ഞത്? നിനക്ക് വേണ്ടി മരിപ്പാൻ. പത്രോസേ, നീ ഇവയേക്കാൾ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എത്രത്തോളം പാപം ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ പലരും ചോദിക്കുന്നു കേട്ടിട്ടുണ്ട്, ബ്രദറെ, ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ? ഇതും കൂടി ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ?
അത് ബന്ധത്തിൽ നിന്നുള്ള ചോദ്യമല്ല, അത് ക്രയവിക്രയത്തിൻ്റെ ഒരു ചോദ്യമാണ്, ട്രാൻസാക്ഷണലാണ്. ഹല്ലേലൂയ. ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ മരിപ്പാൻ തയ്യാറാണ്. പാപം എൻ്റെ നിഘണ്ടുവിലില്ല. അഥവാ ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആ ഒരു പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരു ബന്ധത്തിലേക്കാണ്. അല്ലേ? മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് എന്തോ പറഞ്ഞു, ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് മടങ്ങിപ്പോകരുത് എന്നാണോ പറഞ്ഞത്? അയ്യോ, ഇനി പൈസ ഒന്നും ഞാൻ തരത്തില്ല, അതുകൊണ്ട് പൈസ മാത്രം ചോദിക്കരുത് എന്നാണോ പറഞ്ഞത്? അല്ല. ഞാൻ ചിന്തിക്കുന്നില്ല പിന്നീട് അവൻ അപ്പനോട് പൈസ ചോദിച്ച് ദൂർത്തടിച്ചു, ഒന്നുമില്ല. അതൊന്നും അവൻ്റെ നിഘണ്ടുവിലില്ല. അതെല്ലാം മായ്ച്ചു പോയി. ബന്ധം വളരെ ആഴമേറിയ ബന്ധത്തിലേക്ക് വന്നപ്പോൾ പിതാവിൻ്റെ ഹൃദയം തൻ്റെ ഹൃദയമായി മാറുകയാണ്. ആ ഒരു ബന്ധമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു പക്വതയിലേക്ക് നമ്മൾ വളരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ഇതും കൂടി ചെയ്ത് സ്വർഗത്തിൽ പോകാമോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ഹല്ലേലൂയ, ആ സ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന ഒരു ദൈവഭയം നമ്മെ പിടിച്ചു നിർത്തുവാനിടയായിത്തീരും. എല്ലാം നമ്മൾ ചെയ്യുന്നത് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല. ഹല്ലേലൂയ. അവിടെയാണ് ആ ബന്ധം ഊഷ്മളമാകുന്നത്. അവിടെയാണ് ആ ബന്ധം ട്രാൻസ്പെറൻ്റ് ആകുന്നത്. അവിടെയാണ് ആ ബന്ധം പ്യൂർ ആകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ, കാരണം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ ഒരു ബന്ധമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആദാമേ, നീ എവിടെ? എന്നിലേക്കൊന്ന് മടങ്ങി വരാമോ? കയീൻ, നിന്റെ സഹോദരൻ എവിടെ? നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ കയീൻ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു? ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും? പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസേ? 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് തകർന്നു. നീ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, ഈ പുതിയ വർഷത്തിൽ കർത്താവേ, നിന്നെ ആഴമേറിയൊരു ബന്ധം, അതിന് തടസ്സമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം കർത്താവേ, നീ എന്നിൽ നിന്ന് മാറ്റണമേ. എഫെസോസ് സഭയോട് പറയുന്നത് പോലെ ആദ്യ സ്നേഹത്തിലേക്ക്, ആ പിരിയ ബന്ധത്തിലേക്ക്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ, അല്ലാതെ വേറൊന്നുമല്ല. ആ ബന്ധത്തിൽ നിന്ന് വേർപിരിക്കുവാൻ സാധ്യമല്ല. ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആപത്തോ വാളോ നഗ്നതയോ ഒന്നും തന്നെ ഏശാതിരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം വരുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകും. ഹാബേലിൻ്റെ യാഗം ദൈവം പ്രസാദിച്ചപ്പോൾ കയീന് അസൂയ തോന്നി. ഈ ദിവസങ്ങളിൽ നമുക്ക് തന്നെ ദിവസം സമർപ്പിക്കാം. നമ്മളോട് തന്നെ ചോദിക്കാം. കർത്താവ് നമ്മളോട് ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? നിനക്കുണ്ട് എന്ന് തോന്നുന്നുള്ളതിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ ആഴമേറിയ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പല ചോദ്യങ്ങളും അപ്രസക്തമാകും. നമ്മുടെ ഇഷ്ടങ്ങളും അപ്രസക്തമാകും. അവിടെയാണ് ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയാത്തീരും. റോമാലേഖനം 12 പറയുന്നത് പോലെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എന്നെ ഇഷ്ടപ്പെടുന്നവനെ പ്രസാദിപ്പിക്കുവാൻ ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കൈകളെ സമർപ്പിക്കുന്നു, എൻ്റെ കാലുകളെ സമർപ്പിക്കുന്നു, എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നു. ആത്മാവ്, ദേഹി, ശരീരം ഞാൻ സമർപ്പിക്കുന്നു.
യാഗമായി തീരുവാൻ, ജീവനുള്ള യാഗമായി തീരുവാൻ. ജീവനുള്ള യാഗമായി തീരുവാൻ. എന്താണ് ജീവനുള്ള യാഗം? എനിക്ക് താല്പര്യമുള്ളത് ചെയ്യാതെ അതിനെ മരിപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ഉള്ള ഒരു ജീവിതത്തിനായി സമർപ്പിക്കുമ്പോൾ അതൊരു ജീവനുള്ള യാഗമായി മാറുകയാണ്. ജഡം പറയുന്നുണ്ട് ഇത് വേണ്ട വേണ്ട എന്ന്, പക്ഷേ അതിനെ മരിപ്പിച്ചുകൊണ്ട് ജീവനുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി തന്നെ ജീവനെ തന്ന കർത്താവിനെ സേവിക്കുവാൻ, ബന്ധത്തിൽ നിന്നുകൊണ്ട് സേവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പത്രോസേ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.